ഇപ്പോൾ കിട്ടുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയതിൽ ഇപ്പോൾ കോടതിയുടെ ജാമ്യ ഉത്തരവിന്റെ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇതിൽ ഈ പരാതിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള സംശയങ്ങൾ, പരാതിയിൽ സംശയം എന്നുള്ളതാണ് കോടതി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ പരാതിയിൽ സംശയം ഉയർന്നു. എന്തുകൊണ്ട് KPCCക്ക് പരാതി നൽകിയെന്നുൾപ്പെടെയുള്ള സംശയങ്ങളാണ് കോടതി ഉത്തരവിൽ സൂചിപ്പിക്കുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, എവിടെയാണ് ഈ പരാതിയിൽ ഒരു സംശയത്തിനുള്ള സാധ്യത എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? എന്താണ് കോടതി പറയുന്നത്? അക്ഷയ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അടിമുടി സംശയം പ്രകടിപ്പിക്കുകയാണ് കോടതി. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ കോടതി, തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലാണ് ഈ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ബലാത്സംഗം എന്ന് പറയുന്ന അതീവ ഗൗരവമായ ഒരു കുറ്റകൃത്യമാണ് ഈ പരാതിയിൽ പ്രതിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ പരാതി ഉന്നയിക്കാൻ എടുത്ത കാലതാമസം സംബന്ധിച്ച സംശയം, അതുപോലെ തന്നെ ഈ പരാതി പറയാൻ വേണ്ടി എടുത്ത കാലതാമസം, അത് പറഞ്ഞ സ്ഥലം, ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിലുള്ള വൈരുദ്ധ്യം, ഇതെല്ലാമാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതിക്ക് സംശയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ഉത്തരവിൽ പറയുന്നു, പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ കുറ്റകൃത്യം സംശയാസ്പദമാണ് എന്നുള്ളതാണ്. അതിന് കാരണമായിട്ട് കോടതി പറയുന്നത്, ഈ യുവതി KPCC പ്രസിഡന്റ് അയച്ച പരാതിയിൽ, ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത്, തൻ്റെ ഈ പരാതി നൽകാൻ വൈകിയതിന് കാരണമായി പറയുന്നത് തനിക്ക് ഈ പേടിയുണ്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തുക്കളെയും പേടിയുണ്ട്, അതുകൊണ്ട് ആണ് പരാതി നൽകാതിരുന്നത്. പിന്നീട് പറയുന്നു തൻ്റെ കുടുംബത്തെ അത് ബാധിക്കും എന്നുള്ളതാണ് പരാതി വൈകാൻ കാരണമെന്ന്. മറ്റൊരിടത്ത് പറയുന്നു, ഈ പ്രതി തന്നെ എപ്പോഴെങ്കിലും വിവാഹം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് താൻ പരാതി നൽകാൻ വൈകിയെന്ന്. അപ്പോൾ ഈ പരാതി നൽകാനുള്ള കാലതാമസം സംബന്ധിച്ച് തന്നെ വൈരുദ്ധ്യമാണ് ഈ പരാതിയിലും മൊഴിയിലും എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്, ഈ പ്രോസിക്യൂഷൻ ചില ചാറ്റുകൾ കോടതിയിൽ സമർപ്പിച്ചു. അതിൽ ചിലതെല്ലാം മാസ്ക് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ഈ പ്രതിയും പെൺകുട്ടിയും തമ്മിൽ ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിന് ശേഷവും നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളത് ഈ ചാറ്റുകളിൽ നിന്ന് വ്യക്തമാണ്. അതിനൊപ്പം തന്നെ ഈ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ദിവസത്തിന് ശേഷം, അല്ലെങ്കിൽ ആ സംഭവത്തിന് ശേഷം പെൺകുട്ടി എന്തുകൊണ്ടാണ് അയാൾ പ്രതി തന്നെ വിവാഹം കഴിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നത്, നികൃഷ്ടമായ രീതിയിലുള്ള ഒരു ഉപദ്രവം ഉണ്ടായിട്ടും അങ്ങനെ പ്രതീക്ഷിച്ചത് എന്താണെന്ന് എന്നത് അടക്കമുള്ള സംശയങ്ങളാണ് കോടതി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പ്രോസിക്യൂഷൻ വളരെ വീക്കായിട്ടുള്ള ഒരു കേസാണ് കോടതിയിൽ കൊണ്ട് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. കോടതി ചോദിച്ച പ്രധാനപ്പെട്ട തെളിവുകളോ, അതല്ലെങ്കിൽ അതിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പെൺകുട്ടി നൽകിയിരിക്കുന്ന ഈ പരാതി അത് KPCC പ്രസിഡന്റിനാണ് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വൈകിയും പെൺകുട്ടി പരാതി നൽകിയപ്പോൾ അത് പോലീസിന് നൽകാതെ KPCC പ്രസിഡന്റ് നൽകിയതെന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതി നടത്തുന്നത്. അതിനൊപ്പം തന്നെ ആ KPCC പ്രസിഡന്റ് നൽകിയ പരാതിയിൽ ഒരു ബലാത്സംഗം നടന്നിട്ട് പോലും ഈ പ്രതിയെ ഈ പാർട്ടിക്കകത്ത് ചില കാര്യങ്ങളിൽ പരിഗണിക്കരുത് എന്നുള്ള നിർദ്ദേശം മാത്രമാണ് വെക്കുന്നത്. ഇവിടെ അതായത് ഈ പരാതി, അതായത് കേരള പോലീസിന് ഓൺലൈൻ ആയെങ്കിലും പരാതി നൽകാമായിരുന്നു. ഈ പരാതി നൽകിയത് ഒരു സ്ത്രീയാണോ, അവരുടെ മറ്റു വിവരങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഈ പരാതിപ്പെട്ടത് ഒരു സ്ത്രീയാണോ എന്നത് കാര്യവും ഉറപ്പിക്കാനാവുന്നില്ല. അതിനപ്പുറത്തേക്കൊരു ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലൊന്നും തെളിവ് അത് മുന്നോട്ട് വെക്കാൻ വേണ്ടി പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അങ്ങനെ പ്രോസിക്യൂഷനെ വീഴ്ച തന്നെയാണല്ലേ കോടതി ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് തെളിവുകളുടെ അഭാവം തന്നെയാണല്ലേ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? കോടതി ഇങ്ങനെയാണ് പറയുന്നത്, there is nothing in records produced by the prosecution which shows the allegation against the petitioner എന്നാണ്. Considering the background of the case as put in the prosecution, it appears that there is no prima facie material ടു ഷോ ദി അലജ്ഡ് ഒഫൻസ് എന്നാണ്. അതായത് ആ ഒഫൻസ് തെളിയിക്കുന്ന, പ്രഥമ ദൃഷ്ട്യാ തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ആ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച റെക്കോർഡുകളിൽ ഇല്ല എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം വീക്കായിട്ടുള്ള ഒരു കേസാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചതെന്നാണ് വ്യക്തമാകുന്നത്. അതായത് കൃത്യമായ ഒരു അന്വേഷണമോ കൃത്യമായ എവിഡൻസോ കളക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് പെൺകുട്ടിയുടെ മൊഴി, ആ മൊഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി വൈകിയ വേളയിലും KPCC പ്രസിഡന്റിനാണ് പരാതി അയച്ചത്, എന്തുകൊണ്ട് പോലീസിന് നൽകിയില്ല? മാത്രമല്ല, ഈ KPCC പ്രസിഡന്റ് നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ വൈരുദ്ധ്യം നിറഞ്ഞ ഒരു മൊഴിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ മൊഴിയിലും ആദ്യം നൽകിയ പരാതിയിലും വൈരുദ്ധ്യമുണ്ട് എന്ന് കോടതി പ്രഥമ ദൃഷ്ട്യാ തന്നെ കണ്ടെത്തുകയാണ്. ഏതായാലും പക്ഷേ കോടതി പറയുന്നു, ഈ പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്, ഒരു ഗ്രേവ് ക്രൈമിന്റെ വിവരണമാണ് അതിലുള്ളത്. പക്ഷേ അതിന് ഉതകുന്ന തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഈ പ്രതി ആരോപണ വിധേയൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട എവിഡൻസുകൾ കോടതിയിൽ സമർപ്പിച്ച
പോലീസിന്റെ റെക്കോർഡ്സിൽ ഇല്ല എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ആ പരാതിയിലെ വൈരുദ്ധ്യം, പരാതി നൽകാൻ പറയുന്ന കാരണത്തിലെ വൈരുദ്ധ്യം, അതുപോലെ തന്നെ ഒരു റേപ്പിന് വിധേയമായതിനു ശേഷം പരാതിക്കാരി എടുത്തിരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ചുള്ള സംശയം, ഇത്രയും ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. അതിൽ ഒരുപാട് കണ്ടീഷൻസ് ഈ ജാമ്യത്തിന് വേണ്ടി കോടതി പറയുന്നുണ്ട്. അതിൽ ഒരു 6 കണ്ടീഷൻസ് ആണ് പറയുന്നത്. അതിൽ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല. അതായത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 50,000 രൂപയുടെ ആൾജാമ്യത്തിൽ 2 ആൾജാമ്യത്തിൽ വിട്ടയക്കണം എന്നതടക്കം മുൻകൂർ ജാമ്യത്തിൽ സാധാരണയുള്ള എല്ലാ കണ്ടീഷൻസുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ തരത്തിലുണ്ട്. അതിനപ്പുറത്തേക്ക് അനന്തൻ, അതായത് ഈ ആദ്യ കേസ് വന്ന സമയത്ത് അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം എന്നുൾപ്പെടെ തന്നെ അതിൽ പെടുത്തിയെന്നുൾപ്പെടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്ന കാര്യമെന്ന് പറയുന്നത്. ആ തലത്തിലേക്കായിരുന്നു ആ പരാതിയിൽ. ഇതിപ്പോൾ രണ്ടാമത്തെ പരാതി വരുന്ന സമയത്ത് അതിൽ അതിരൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗൗരവതരമായിട്ടുള്ള പരാതിയെന്നും അത് ആ തലത്തിൽ തന്നെ വായിക്കപ്പെടുമെന്നും നിരീക്ഷിക്കപ്പെടുമെന്നൊക്കെ കരുതിയിട്ടുള്ള പരാതിയാണ് രണ്ടാമത് വന്നത്. അവിടെ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ മൊഴി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തത്? എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു സംശയ നിഴലിലേക്ക് ഈ പരാതി ചെന്നെത്തുന്നത്? അത് എന്തുകൊണ്ടായിരിക്കും അവിടെ ഒരു വീഴ്ച സംഭവിച്ചതാകുമോ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനൊരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തുന്നത്? അക്ഷയ, ഈ കേസ് രജിസ്റ്റർ ആവുന്നത് ആദ്യത്തെ ഒരു ബലാത്സംഗ കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നു. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അതിന് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു. അതിലും പെൺകുട്ടി മൊഴിയൊക്കെ അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് മൊഴിയൊക്കെ നൽകി. അതിനുശേഷം ആ നടപടി തുടരുന്നതിനിടെയാണ് അതിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വേളയിലാണ് ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിന്റെ പരാതി ഉന്നയിക്കപ്പെടുന്നത്. അത് KPC പ്രസിഡന്റിനാണ് ഉന്നയിച്ചത്. അത് KPC പ്രസിഡന്റ് വാർത്തയായി കഴിഞ്ഞപ്പോൾ പോലീസ് മേധാവിക്ക് കൈമാറുന്നു. പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറുന്നു. ക്രൈംബ്രാഞ്ച് ADGP അവിടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ക്രൈംബ്രാഞ്ചിൽ ഫോം ചെയ്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യാനാണ് നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് ഈ KPC പ്രസിഡന്റ് നൽകിയ FIR ഫോർവേഡ് ചെയ്ത പരാതി അത് FIS ആക്കിക്കൊണ്ടാണ് ഒരു FIR രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അപ്പോഴും ആ പരാതിയിൽ ഒരു പരാതിക്കാരിയുടെ പേരില്ല, സ്ഥലമില്ല, മാത്രമല്ല ക്രൈം എവിടെ നടന്നതെന്നുള്ള വിശദാംശങ്ങളില്ല. അപ്പോൾ ഇത് കേസ് രജിസ്റ്ററായി കഴിഞ്ഞപ്പോൾ പ്രതി സ്വാഭാവികമായി മുൻകൂർ ജാമ്യമായി കോടതിയിലെത്തി. അപ്പോഴും പെൺകുട്ടിയുടെ മൊഴി പോലും കിട്ടിയിട്ടില്ല. മാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ ഉന്നയിച്ചത് ഇതിനൊരു അഡ്രസ് ഇല്ലാത്ത പരാതിയാണ്, ഈ പരാതിയുമായി ബന്ധപ്പെട്ടൊരു മൊഴി പോലുമില്ല, പിന്നെ എങ്ങനെയാണ് ഈ കേസ് നിലനിൽക്കുക, അതുകൊണ്ട് ഇത് കെട്ടിച്ചമച്ചതാണെന്നാണ് അവർ വാദിച്ചത്. പക്ഷേ കോടതി അതിനകത്ത് പ്രോസിക്യൂഷനോട് ചോദിച്ചപ്പോൾ അന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഞങ്ങൾക്ക് സമയം വേണം പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്നുള്ളതാണ്. തിങ്കളാഴ്ച പിന്നീട് വീണ്ടും കേസ് പരിഗണിച്ചു. വിശദമായ വാദം അന്ന് കേട്ടു. അന്ന് കോടതി ഈ കേസ് എടുക്കുമ്പോൾ അവിടെ പരാതിക്കാരുടെ മൊഴിയും പോലീസ് റിപ്പോർട്ടും സമർപ്പിക്കപ്പെട്ടിരുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ നമ്മളന്ന് വാർത്ത നൽകിയതാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കൃത്യമായി അതിനകത്ത് കോടതി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്, ഈ പരാതിയിലും FIRലും പെൺകുട്ടിയുടെ മൊഴിയിലുമുള്ള കാര്യങ്ങൾ ഇഴകീറി ഇവിടെ പരിശോധിക്കപ്പെട്ടു. അതിൽ പ്രതിഭാഗം അല്ലെങ്കിൽ പറ്റീഷണറുടെ അഭിഭാഷകൻ ഇഴകീറി പരിശോധിച്ചിട്ട് ഇന്ന സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യത വരുത്താൻ പ്രോസിക്യൂഷന് കഴിയുന്നില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് പ്രഥമ ദൃഷ്ട്യാ ഇതിനകത്ത് കുറ്റം തെളിയുന്ന ഒരു അംശം, വിവരങ്ങൾ പോലും, റെക്കോർഡുകൾ പോലും ഈ പോലീസ് റിപ്പോർട്ടിൽ ഇല്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് തെള്ളുന്നത്, അതായത് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെടുന്നത്. അപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചത് പ്രോസിക്യൂഷന് വലിയ വീഴ്ചയായി മാറി. സർക്കാർ അത് ഹൈക്കോടതിയിൽ പോകുമെന്ന് പറയുമ്പോഴും ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ, ഈ കോടതിയുടെ ഓർഡർ വായിക്കുമ്പോൾ, ഈ ഓർഡർ വെച്ച് എങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഇവർ ഈ ഇതിനെ അപ്പീലിന് പോവുക അല്ലെങ്കിൽ ഇതിനെ എതിർ വാദിക്കുക എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഒരു എവിഡൻസ് പോലും ഈ കോടതി ചോദിക്കുന്ന വിശദാംശങ്ങൾ റെക്കോർഡ് പോലും ഇല്ല.